ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നീട് ഭരണമേറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ പല സ്വഹാബി വര്യന്മാരും തുടർന്നും നിങ്ങൾ മദീനയിൽ ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും എനിക്കതിന് കഴിയില്ല, നബിയില്ലാത്ത മദീനയിൽ ഞാൻ എങ്ങനെ ബാങ്ക് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയയിലേക്ക് താമസം മാറിയ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നീട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മാ ഹാദിഹിൽ ജഫ്വത്തു യാ ബിലാൽ അമാ ആന ലക അൻ തസൂറനി. എന്താ ബിലാൽ റളിയല്ലാഹു അൻഹു നിങ്ങൾക്കൊരു പണക്കം, എന്നോട് നിങ്ങൾക്ക് ദേഷ്യമാണോ, നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വരുന്നില്ലേ എന്ന്. ഉടൻ തന്നെ ഫന്തബഹ ഹസീന, ഉടനെ ദുഃഖിതനായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഹൃദയം പിടച്ച് ഉടൻ തന്നെ മദീനയിലെത്തി. ഫഅതാ ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജഅല യബ്കി ഇൻദ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അരികിൽ സിയാറത്ത് ചെയ്ത് അവിടുന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് പ്രഗൽഭരായ സഹാബാക്കളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഒന്ന് ബാങ്ക് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്.